ഹലോ, വെൽക്കം ബാക്ക്. നിങ്ങൾ ഇനി തൊട്ട് എൻ്റെ കുട്ടി ഞാൻ ഡെയിലി ചെയ്യണ വ്ളോഗൊക്കെ ആയിരിക്കും കാണാൻ പോണത്. അപ്പോൾ ഇന്ന് ഈവനിങ് ആണിത്, നമ്മളെ ഡിന്നർ ടൈം ആയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഇതൊരു കുക്കിംഗ് വ്ളോഗായിട്ട് നിങ്ങൾ കാണണ്ട, ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് ഞാൻ വിചാരിച്ചു ഇനി വ്ളോഗൊക്കെ കറക്റ്റ് ഇങ്ങനെ എടുക്കാം എന്ന് വിചാരിച്ചിരിക്കണേന്. അപ്പം ഞാൻ ഇന്നിപ്പോൾ സാലഡും കുറച്ച് വെജീസൊക്കെ കുക്ക് ചെയ്യാനാണ് വിചാരിച്ചേക്കണത്. അപ്പോൾ ഇത് സാൽമനാണ്, ബോൺലെസ് സാൽമൺ ആണ് കേട്ടോ, ഫില്ലറ്റ്സ് ആണിത്. അപ്പം അത് ഡിന്നറിന് എടുക്കാമെന്ന് വിചാരിച്ചു. കാര്യം ഇന്ന് വർക്ക് കഴിഞ്ഞ് ഭയങ്കര ബിസി ആയതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ ഫേസിൽ നിന്ന് തന്നെ മനസ്സിലാവുമായിരിക്കും ഞാൻ ഭയങ്കര ടയേർഡാണ്, ലിറ്ററലി ടയേർഡാണ് കേട്ടോ ഞാൻ. അപ്പം ഞാൻ കുറച്ച് സാൽമൺ ഇപ്പം ജസ്റ്റ് എളുപ്പപ്പണി എന്ന് പറഞ്ഞാൽ എയർ ഫ്രയറിൽ അങ്ങോട്ട് വെക്കാം, അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പോണില്ല, പിന്നെ വലിയ ടേസ്റ്റിലും അങ്ങനെയൊന്നുമല്ല. ജസ്റ്റ് മസാലയൊക്കെ ഇട്ട് അങ്ങോട്ട് വറുത്തെടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ച്. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കണുണ്ട് ഡബിൾ ക്രീമൊക്കെ, ബട്ട് ഡബിൾ ക്രീമൊന്നും ഇട്ടൊന്നും കുക്ക് ചെയ്യണില്ല. ഇത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കട്ടെ. നോർമലി നിങ്ങൾക്കറിയാം ഞാൻ റിവ്യൂ വ്ളോഗ്, ഷോപ്പിംഗ് വ്ളോഗ് അതൊക്കെയാണ് എടുക്കാറ്. പക്ഷേ എനിക്കിപ്പം ഒന്നും എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ എഡിറ്റ് ചെയ്യാത്ത കേട്ടോ. അപ്പം അതൊക്കെ ഇടാനുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു വൈ നോട്ട്. ഞാൻ നോർമലി ഈ ലോങ് വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാറില്ല, ആൻഡ് ഇതേപോലെ സംസാരിച്ചുള്ള വീഡിയോസ് അധികം എടുക്കാറൊന്നുമില്ല. പക്ഷെ എനിക്കെന്തോ അങ്ങനെ എടുക്കണം എന്ന് തോന്നി. ഞാനിപ്പോൾ കുറച്ച് സംഭവങ്ങളൊക്കെ എടുക്കട്ടെ. ആവശ്യമുള്ള മസാലയൊക്കെ ഇതിലുണ്ട്. നമുക്ക് എളുപ്പമായിട്ട് വേഗം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. സാക്ക് അറിഞ്ഞില്ലായിരുന്നു ഞാനിവിടെ വ്ളോഗ് എടുക്കണത്. ഓക്കെ, ഞാൻ കുറേ പാത്രങ്ങൾ ഈ കുക്ക് ചെയ്യാൻ നേരത്തെ എനിക്കറിയില്ല, കുറേ പാത്രങ്ങൾ കുറേ സംഭവങ്ങളൊക്കെ ഞാൻ എടുക്കുവേ. പക്ഷെ ഇപ്പോൾ പിന്നെയും ബെറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ സാക്കുമോനും ഇവിടെ വന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. സാക്കുമോന് ഒരു സർപ്രൈസ് ഞാൻ കൊടുക്കട്ടെ. സാക്കുവിൻ്റെ ഫേവറേറ്റ് കിൻഡർ ജോയ്. ആൾക്ക് ഹാപ്പിയായി ഉറങ്ങണമായിരുന്നു. ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പം ഒക്കെ ഉറക്കമായിരുന്നു. അപ്പം ഞാൻ വാങ്ങിച്ചിട്ട് വന്നതാണ്. അവൻ അറിഞ്ഞ് സാക്കിന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഇടാനുണ്ടേ. ഞാൻ ഇത് കുക്കിംഗ് വ്ളോഗൊന്നും അല്ലട്ട്, അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കരുത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യണമൊന്നുമില്ല. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കണം അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കാണാൻ ഇഷ്ടമല്ല. പൊതുവേ ഞാൻ എടുക്കാറില്ല, എടുത്താൽ തന്നെ പകുതി വെച്ച് ഞാൻ മറന്നു, ഞാൻ ഇടാറില്ല. അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇനി തൊട്ട് ചെയ്യാം. എനിവേസ് ഞാൻ എന്തായാലും വ്ളോഗ് എടുക്കാം. കുറച്ച് ലൈമും കൂടി പിഴിഞ്ഞിടുന്നുണ്ട്. ഇതും കുറച്ച് വെജീസും ആട്ടോ ഞാൻ ചെയ്യാൻ പോണത്. എനിവേസ് യെസ്, ഞാൻ കുറച്ച് പെപ്പറും സോൾട്ടും, പ്രത്യേകിച്ച് മസാലയൊന്നും ഇല്ല കേട്ടോ. പെപ്പർ, സോൾട്ട്, പിന്നെന്താ ഇട്ടത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മാത്രം ഞാൻ ഇതിലിട്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വേഗം ഫ്രൈ ചെയ്തെടുക്കാൻ പോണേന്. ഓക്കെ, ഞാനിത് എയർ ഫ്രയറിലാട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ. ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ പൊതുവേ ഈ തെമൂന്ന് കഴിഞ്ഞ പ്രാവശ്യം ആമസോണിൽ നിന്ന് ഇടയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇതിൻ്റെ ക്വാളിറ്റി ഭയങ്കര ഇഷ്ടപ്പെട്ടു. തെമൂന്ന് വാങ്ങിച്ചതൊന്നും അത്ര വലിയ ക്വാളിറ്റി ഉണ്ടായില്ല, പക്ഷെ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. ആമസോണിൽ ഇത് സെക്കൻഡ് ടൈമാണ്. ഇതെന്ത് ബ്രാൻഡ്, മാനുഫാക്ചർ അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല. എനിവേസ് ഇതെനിക്ക് നല്ല ക്വാളിറ്റി തോന്നി. നമുക്കെടുത്ത് നിങ്ങൾക്ക് ബോറടിക്കോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിഷ്ടപ്പെട്ടാൽ പറയാം. പിന്നെ ഞാൻ എൻ്റെ വ്ളോഗ്സ്, ബാക്കിയുള്ള വ്ളോഗ്സ് എന്തായാലും ഉണ്ടാവും, ഇതും അതിൻ്റെ ഒപ്പം ഉണ്ടാവും. എൻ്റെ ഡേ ഇൻ മൈ ലൈഫായിട്ട് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ള. ഓക്കെ ബേബ്, ഓക്കെ സാക്ക് ബേബി.
ബേബി എന്നൊക്കെ ഇടയ്ക്ക് വെക്കും. അപ്പം എന്നോട് പറയും നോ ഐ എം സാക്ക്. ടിഷ്യൂ പേപ്പർ അവിടെയുള്ള സാക്കു കൊണ്ടുപോയിക്കോ. അപ്പം എയർ ഫ്രയറിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു 8 minutes വെച്ചേക്കണത്. ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ അങ്ങനെ കുക്ക് ചെയ്യാറില്ല കേട്ടോ. അത് വേറെ കാര്യം. ഞാൻ കുറച്ച് ഗ്രീൻ പീസ് ഇത് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഞാൻ മോർണിംഗ് തൊട്ടുള്ള ഇതേപോലത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കും. ഇന്ന് ജസ്റ്റ് ഞാൻ ഈവനിങ് ആണ് നിങ്ങളെ കാണിക്കണത്. അപ്പം ഇങ്ങനെ സംസാരിച്ചെടുക്കണോണ്ട് മേ ബി ടൈം എടുക്കും. കുറച്ച് ലെങ്തി ആയിരിക്കും വീഡിയോ. അതിനെന്നോട് ക്ഷമിക്കാം. കൂടുതൽ ലെങ്തി ആയിട്ട് ഞാൻ വീഡിയോസ് എടുക്കാറില്ല. മൈക്ക് ഉണ്ടോ നോക്കിയതാ ഇവിടുത്തെ. മൈക്രോവേവ് ആണെങ്കിൽ 2 minutes കാര്യമുള്ളൂ. ജസ്റ്റ് മൈക്രോവേവ് അല്ല ചെയ്യണത്. ഞാൻ ഗ്യാസിൽ തന്നെയാണ് വെക്കണത്. കുക്കുംബർ ക്യാരറ്റും എടുക്കാം. ഇരുന്ന് കട്ട് ചെയ്യണേനെ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നില്ലേ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ വേഗം പറയണേ. പിന്നെ എനിക്ക് തോന്നണം എൻ്റെ വീഡിയോസിൽ ഡേ ഇൻ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ഞാൻ അങ്ങനെ ഇടാറില്ല. ഇനി ഞാൻ എന്തായാലും മോർണിംഗ് ടു ഈവനിങ് ആയിട്ട് മിക്കപ്പോഴും വ്ളോഗ് എടുക്കാം. പക്ഷെ വർക്കിന് പോണ വ്ളോഗ്സ് അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ ഞാൻ എടുക്കില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഞാൻ ഫാർമസിയിലാണ് വർക്ക് ചെയ്യണത്. അതുകൊണ്ട് എനിക്ക് അവിടുത്തെ വ്ളോഗും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അല്ലാതെ നമ്മൾ ഇവിടെ വന്നിട്ട് മിക്കതും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതേപോലത്തെ വ്ളോഗ്. പിന്നെ നമ്മള് കുറച്ചേരം സംസാരിക്കുന്ന വീഡിയോസ് ചിലപ്പോൾ ഉണ്ടാവില്ല. സ്റ്റിൽ പറ്റുവാണെങ്കിൽ അതൊക്കെ നമ്മൾ ഇടാം. ഞങ്ങളുടെ വെയിറ്റ് ചെയ്തെടുക്കാം ക്യാരറ്റ്. അതാകുമ്പോ കഴിക്കാൻ എളുപ്പമുള്ളോ. No, babe. കുക്കുംബറും എടുക്കാം നമുക്ക്. അത് ഗ്രേറ്റ് അല്ല, അത് ജസ്റ്റ് കട്ട് ചെയ്തായിരിക്കും എടുക്കാൻ പോണത്. ഇവിടെ ലൈറ്റ് അധികം ഉണ്ടല്ലേ. ഞാൻ കാര്യം ലൈറ്റ് അവിടെ വെച്ചേക്കണോണ്ട് മേ ബി ഉണ്ടാവും. ഇവിടെ വിന്റർ ആയതുകൊണ്ട് ലൈറ്റ് ഒക്കെ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ മിനി വ്ളോഗ് ഷോർട്സ് എടുത്തിട്ടുണ്ട്. ഞാനപ്പോ ആമസോണിൽ നിന്ന് ഒരു ലൈറ്റ് വാങ്ങിച്ചായിരുന്നു. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു റിംഗ് ലൈറ്റ്. അത് ഇപ്പോഴും ട്രാവൽ ബാഗിൽ ഇരിക്കണേ. ആ റിംഗ് ലൈറ്റ് സത്യം പറഞ്ഞാൽ തെമൂന്ന് ഞാൻ വാങ്ങിച്ചത്. അപ്പൊ അത്ര ക്വാളിറ്റി ഇല്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ അത് യൂസ് ചെയ്യാവുന്ന. അപ്പൊ ഞാൻ ചുമ്മാ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെ ഞാൻ വിചാരിച്ചു ഓക്കെ എനിവേ നൈസാണ്. ആൻഡ് ഇനി 2026 തൊട്ട് വീഡിയോസ് റെഗുലർ ആയിട്ട് ഇടണമെന്ന് വിചാരിച്ചു. ആൻഡ് സ്റ്റിൽ ഞാൻ റെഗുലർ ആയിട്ട് ഷോർട്സ് പോലും ഇടാറില്ല. അപ്പം കാര്യം വീഡിയോസ് എന്തെങ്കിലും കുറെ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ എടുക്കും. പകുതിയോളം വീഡിയോസ് ലാസ്റ്റ് ഞാൻ ഡിലീറ്റ് ആക്കി കളയും. അതെന്താന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഇനി ഞാൻ അങ്ങനെയല്ല ഇരിക്കും. ഞാൻ എടുക്കും. അപ്പൊ ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. സാക്ക് ഇടക്കിടക്ക് വന്നിട്ടുണ്ട് ഇടാ. അങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് ഇപ്പൊ എന്ത് പറ്റിയെന്ന് അറിയില്ല. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റോണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ വന്നാൻ ഇവിടെ ഇരുന്ന് കുറച്ചേരം ലൈറ്റ് ഒക്കെ വന്നിങ്ങനെ നോക്കിയവൻ കേട്ടോ. ഭംഗിയിലിരിക്കട്ടെ. അപ്പം നിങ്ങൾ എൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും ഞാൻ എപ്പോഴും ഇൻസ്റ്റാഗ്രാമിലാണ് ഷെയർ ചെയ്യണത്. അപ്പൊ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവർക്ക് ഫോളോ ചെയ്യാം. Ocean501 ഈ ഒരു പേര് തന്നെ എൻ്റെ വീഡിയോ യൂട്യൂബിലുള്ള ഇത് തന്നെയാണ്. പിന്നെ ഞാൻ ഫേസ്ബുക്കില് ഓഷ്യൻ ജോർജ് എന്ന് പറഞ്ഞ കേട്ടോ. ഞാൻ എല്ലാം ഇതിന്റെ താഴെ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും. നിങ്ങൾക്ക് അതൊക്കെ ചെക്ക് ഔട്ട് ചെയ്യാം. പിന്നെ ഞാൻ മിക്ക വീഡിയോസും പ്ലേലിസ്റ്റിലാക്കിയിട്ടുണ്ട്, അതും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പം നമുക്കിനി കുക്കുംബർ എടുക്കാം, കട്ട് ചെയ്തെടുക്കാം.
ബാക്കിയുള്ളത് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് ഇത്രയും എടുക്കാം. എന്താണ് സാക്കപ്പോ? എന്താണോ സാക്കു നോക്കിയിരിക്കണത്? പറയൂ, പറയടോ. അമ്മ വെള്ളം നിറച്ചിട്ടുണ്ടാവില്ല, ബാഗിൽ നിന്ന് എടുക്ക്. വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ് എപ്പോഴും. സാക്കിന് കുറച്ച് വെള്ളം കുടിക്കാൻ വളരെ മടിയായോണ്ട് ബോട്ടിലിൽ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ കഴിക്കാനുമില്ല. ഈ കുരുമുളക് ഇതിൻ്റെ ഇങ്ങനെ ഇടും, കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുമല്ലോ കഴിക്കാൻ. ആൻഡ് ഗ്രീൻ പീസ് ഫ്രോസൺ ആയതുകൊണ്ട് പെട്ടെന്നാവും, മൈക്രോവേവിൽ വെച്ചാൽ മതി. പക്ഷെ ഫിഷ് എനിക്ക് അത്ര ഫ്രൈ ആയിട്ട് ഇരിക്കണില്ല, കുറച്ച് ഫ്രൈ ആയിട്ട് ഇരുന്നാലല്ലേ കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ വേവിച്ച് കണക്കിരിക്കണം. 1 minute, ഞാനിപ്പോ വരാം. കുറച്ച് ചെറി ടൊമാറ്റോസ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ പ്ലേറ്റിങ് പഠിക്കണം. ഒരു ബാലു നല്ല ഭംഗിയിൽ പ്ലേറ്റ് ചെയ്യും. ഞാൻ ഈ ഫുഡ് വെക്കുമ്പോൾ ബാലു പറയുന്നത് എന്താ നീ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കണേന്ന്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഭംഗിയിൽ ട്രൈ ചെയ്യുന്നുണ്ട്. വലിയ ഭംഗിയൊന്നും ഇല്ല, എന്നാലും ഇരിക്കട്ടെ, നമുക്ക് പറ്റുന്ന പോലെ നമുക്ക് ചെയ്യാം. വരെ ഒന്ന് പോകും. ഞാൻ കട്ട് ചെയ്തത് വേറെ ഒന്നും അല്ല, ബാലുവിനോട് ചോദിക്കാൻ വേണ്ടി പോയതാണ് ആയിട്ടുണ്ടോന്ന്. കാര്യം ഇങ്ങനത്തെ ടൈപ്പ് പൊതുവേ ഞാൻ അങ്ങനെ കുക്ക് ചെയ്യാറില്ല. ഫുൾ ടൈം ബാലുവാണ് കുക്ക് ചെയ്യാറ് ഇങ്ങനത്തെ. അത് ബാലു നല്ല രസത്തിൽ കുക്ക് ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, കുക്കിങ്ങും ഇതൊക്കെ കുറച്ച് പഠിക്കാൻ ഇങ്ങനത്തെ എന്ന് വിചാരിച്ചു. കുക്കിംഗ് എനിക്ക് അറിയാട്ടോ, ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനത്തെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചെയ്യണേ, അതാ ഞാൻ വിചാരിച്ച വൈനോ വീഡിയോ എടുത്തുകൂടാ. അങ്ങനെ വീഡിയോ എടുക്കാം, കാണാൻ ഇഷ്ടമുള്ളവര് കാണട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്നെ ഇഷ്ടം ഞാൻ സംസാരിക്കുമ്പോ ഇങ്ങനെ കഴുകിക്കൊണ്ടേയിരിക്കും. ഐ മീൻ സംസാരിക്കുമ്പോ, ഐ എം സോ സോറി, ഐ മീൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ കഴുകും. സോ ഞാൻ ഗ്രീൻ പീസിലോട്ട് കുറച്ച് ഉപ്പും കുരുമുളകും പിന്നെ നാരങ്ങ നീരും കൂടി ഇട്ടെടുത്തു. ഫുഡ് കണ്ടു. ഇന്നത്തെ ഇത് സാൽമൺ, കുക്കുംബർ, ക്യാരറ്റ്, ചെറി ടൊമാറ്റോ ആൻഡ് ഗ്രീൻ പീസ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. സോ ബൈ.